ഡിഗ്രി പ്രിലിംസിന്റെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മെയ് തൊട്ട് ജൂലൈ വരെ ഡിഗ്രി പ്രിലിംസിന്റെ നടക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ വരുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകളൊക്കെ. ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആദ്യം തന്നെ കവർ ചെയ്യാം. പിന്നെ നമ്മൾ NCERT കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ NCERTയും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയയാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 50 മാർക്കാണ് ഇത് വരുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ 2025 ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 46 അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം ഹോട്ട് ടോപ്പിക്സ് നന്നായി നോക്കാം. അതിനുശേഷം നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല രീതിയിൽ 50 മാർക്ക് വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പഠിക്കാം. പിന്നെ NCERTയും നമ്മൾ നന്നായ രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ച ശേഷം നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ഭാഗങ്ങളും കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സിനെ പറ്റി പറയാം. ഹിസ്റ്ററി ഭാഗത്ത് കേരള ഹിസ്റ്ററിയിൽ നിന്നും വരുന്നതാണ് യൂറോപ്യന്മാരുടെ വരവ് നടത്തുള്ള പോർഷൻ. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ടോ. അതിനകത്ത് ഡച്ചുകാർ, പോർച്ചുഗീസുകാർ നന്നായിട്ട് പഠിക്കണം. പിന്നെ യൂറോപ്യന്മാരുടെ സംഭാവനകൾ, അതിനകത്ത് വിദേശ സഞ്ചാരികളും കൃതികളും, അതൊക്കെ നമുക്ക് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അതേപോലെ ഫോർബസ് മലബാറിക്കസിനെ പറ്റിയിട്ട് വരും. പിന്നെ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, സേതുലക്ഷ്മിബായി, റാണി ഗൗരി പാർവതിബായി, ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതായത് കല്ലുമാല സമരം, കുറിച്യർ കലാപം, ഇതിന് മുന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം. ഇന്ത്യ പറയുകയാണെങ്കിൽ അതിനകത്ത് അക്ബറിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ മുഗൾ വാസ്തുവിദ്യ, പിന്നെ സ്വാതന്ത്ര്യ സമരം, അതിനകത്ത് 1857 കലാപം, ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ആളുകളുടെ ഇതൊക്കെ പഠിക്കുക. ഇപ്പോൾ താഞ്ചിയോ തോപ്പി, നാനാ സാഹിബ്, അങ്ങനെ അവരുടെ ഏത് സ്ഥലത്തായിരുന്നു അവർ എന്നുള്ളത് പഠിക്കുക. അതായത് കഴിഞ്ഞ എക്സാമ്പിൾക്കൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഉണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ INC സമ്മേളനങ്ങൾ, സ്വദേശി പ്രസ്ഥാനം, പിന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിക്കാം. പിന്നെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇംഗ്ലണ്ടിലെ ഹത്തായ് വിപ്ലവം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇത് 5 നമ്മൾ സ്കിപ്പ് ആവാതെ തന്നെ പഠിച്ചേക്കാം. കൂടുതലായിട്ട് എപ്പോഴും ചോദിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമാണ്. എന്നാലും നമ്മൾ 5 പഠിച്ചിരിക്കണം. പിന്നെ ജിയോഗ്രഫിയിൽ പറയുമ്പോൾ അതിനകത്ത് കേരളത്തിൽ നിന്ന് വരുന്നത് പശ്ചിമഘട്ട നദികളെ പറ്റിയിട്ട്, ഭൂപ്രകൃതി, അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ കാലാവസ്ഥ, പിന്നെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത, കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാത, അതായത് അതിനകത്ത് NW1, NW2, NW3, NW4, NW5, ഇത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഇന്ത്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ നദികൾ വരും, പിന്നെ ചുരങ്ങൾ, മണ്ണിനങ്ങൾ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, അതേപോലെ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, പിന്നെ ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളെ പറ്റി വരും. ഓരോ വ്യവസായങ്ങളുടെയും ഇരുമ്പുരുക്ക് ശാലയൊക്കെ എവിടെയാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരില്ലേ, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. പിന്നെ കാർഷിക മേഖല, ഇന്ത്യ അതായത് ഉത്പാദനത്തിന് മുന്നിലുള്ള സംസ്ഥാനങ്ങളെ പറ്റിയിട്ടൊക്കെ വരാം. ഗോതമ്പ്, അരി, ഇതൊക്കെ വന്നിട്ട് അതിനകത്ത് ഏതാണ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ പഠിക്കാം. പിന്നെ വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് ഭൂമിയുടെ ഘടന, അന്തരീക്ഷ പാളി, പിന്നെ ശിലകൾ, കാറ്റ്, മാപ്പുകൾ, ഇതാണ് നമ്മളുടെ മെയിനായിട്ട് ഇതുവരെ മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടായിട്ടുള്ള ഇത് വെച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് നന്നായി രീതിയിൽ പഠിക്കാം. അതിനുശേഷം നമ്മൾ സിലബസ് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രിലിംസിൻ്റെ ഉള്ള ഒരു 46 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഒരു 50, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നമുക്ക് എത്രയും നേരം തന്നെ കയറാൻ പറ്റും. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രിലിംസ് കയറാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് PSC പഠിച്ചു തുടങ്ങിയിരിക്കുന്നവരാണെങ്കിൽ, അപ്പോൾ 2026 നിങ്ങൾ ആദ്യമായി ഒരു ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നതെങ്കിൽ, 2026 നിങ്ങൾ PSC പഠനം തുടങ്ങിയിട്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ മാർക്കിൽ ഉണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് പ്രിലിംസ് കയറാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക്